ട്രാവൻകൂർ പിസ്റ്റൻസിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ടു ട്രാവൻകൂർ പിസ്റ്റൻസ്. ഈ വീഡിയോ എടുക്കുന്നത് പാഞ്ചാലിമേട് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. ഇത് ഇടുക്കിയിൽ സ്ഥിതി ചെയ്യുന്ന 950 മീറ്റേഴ്സ് എബോവ് സീ ലെവലുള്ള ഒരു ട്രെക്കിംഗ് പോയിൻ്റ് എന്നോ അല്ലെങ്കിൽ ഒരു പാർക്കെന്നോ എന്താ പറയുക, ഒരു ടൂറിസ്റ്റ് പ്ലേസാണ്. ഓക്കെ, നമ്മൾ ഇടുക്കി വാഗമണ്ണൊക്കെ പോകുന്ന റൂട്ടിലാണിത്. അപ്പോൾ പാഞ്ചാലിമേട് എന്ന് പറയുമ്പോൾ തന്നെ അറിയാലോ, ഒരു മിത്തിക്കൽ പേരാണ്. നമ്മുടെ എന്താ പറയുക, രാമായണത്തിലൊക്കെ ഉള്ള പേരാണ്, അല്ലെങ്കിൽ രാമായണം അല്ലല്ലോ, മഹാഭാരതത്തിലൊക്കെ ഒരു പേരാണ്. അപ്പം ബേസിക്കലി പാഞ്ചാലിയും പാണ്ഡവരും ഒക്കെ വന്ന് റെസ്റ്റ് എടുത്ത ഒരു സ്ഥലമാണിത് എന്നാണ് ഐതിഹ്യങ്ങൾ പറയുന്നത്. അപ്പോൾ ഞങ്ങൾ 2 പേർക്ക് ടിക്കറ്റ് 50 രൂപ, 42 രൂപ ഉള്ളൂ. ബാക്കി GST ആണ്. എന്താണെന്നൊന്നും അറിയത്തില്ല, എല്ലാത്തിനും ഇപ്പോൾ GST ആണ്. പക്ഷേ ബിവറേജിലെ ബിയറിനും ആൽക്കഹോളിനും മാത്രം അവരിതുവരെയും GST കൊണ്ടുവന്നിട്ടില്ല. ഐ ഡോണ്ട് നോ വൈ. അപ്പോൾ ഇതാണ് നമ്മുടെ വഴി. നൈസാണ്, ഫാമിലി ഫ്രണ്ട്ലിയാണ്, പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും. പിന്നെ ഞാൻ ഇതിന് മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വന്നതിനേക്കാട്ടിലും നല്ല മാറ്റമുണ്ട്. പണ്ടൊന്നും ഇത്രയ്ക്ക് ഫെസിലിറ്റീസും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു, അല്ലെങ്കിൽ ഉണ്ടായിരുന്നു, ബട്ട് ഒരു എന്താ പറയുക, ഒരു പെർഫെക്റ്റ് അല്ലായിരുന്നു. ഇപ്പോഴും ഭയങ്കര വലിയ പെർഫെക്റ്റ് ഒന്നുമല്ല, പോരായ്മകളൊക്കെ ഉണ്ട്, ബട്ട് സ്റ്റിൽ ഫാർ ബെറ്റർ. ഇപ്പോൾ അവിടെ സ്നാക്ക് ഷോപ്സൊക്കെ ഓപ്പണാണ്, അവിടുന്ന് കോഫി ഇതൊക്കെ കുടിക്കാം. പിന്നെ വാഷ്റൂം ഫെസിലിറ്റിയൊക്കെ കുറച്ചും കൂടെ ബെറ്റർ ആക്കിയിട്ടുണ്ട്, വൃത്തിയാക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ വന്ന സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമല്ലോ, ഈയിടയ്ക്ക് ഒരു മെയ് മാസത്തെ നല്ല ഹെവി മഴയും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നൊരു സമയമാണ്. അപ്പം അത് കാരണം നല്ലൊരു കിടിലം വെതറാണ്. വെയിലും കാര്യങ്ങളും ചൂടൊന്നും ഇല്ലായിരുന്നു, മഴയും ഫോഗും ഒക്കെയാണ്. ഈയിടയ്ക്ക് കൊണ്ടുവച്ച കുടമാണെന്ന് തോന്നി, ഇപ്പോഴും അതിൻ്റെ പകുതി കോട്ടിംഗ് ഒന്നും ഇല്ല. ശരി, വടവ. ഇതാണ് നമ്മൾ നടക്കുന്ന റൂട്ട്. ഫുള്ള് കല്ലൊക്കെ വെച്ച് ഇങ്ങനെ വൈബാക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അവിടെ ഇവിടെയൊക്കെ പൊട്ടിയ കിടപ്പുണ്ട്, അതൊക്കെ നോക്കിയൊക്കെ പോകണം. പിള്ളേരെ ഒന്നും ഓടാൻ വിടരുത് കഴിയുന്നത്ര, കാരണം തട്ടി മറിഞ്ഞടിച്ച് വീഴാനുള്ള ചാൻസ് കൂടുതലാണ്. ചുറ്റും ഗാർഡൻ, പല ടൈപ്പ് പൂവുകളുള്ള ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാം ഉണ്ട്, പക്ഷേ ഒരു പെർഫെക്ഷൻ ഇല്ല. നമ്മൾ അറിയാമല്ലോ, ഇപ്പോഴത്തെ കാലമാണ് എല്ലാവരും മറ്റ് ഇൻ്റർനാഷണൽ അല്ലെങ്കിൽ ലോകം മൊത്തം വിരൽത്തുമ്പിൽ കാണാൻ പറ്റുന്നൊരു കാലമാണിപ്പം. അപ്പം തട്ടിക്കൂട്ട് എന്ന് പറയുന്ന സംഭവം ഇനി നമ്മുടെ നാട്ടിൽ നടക്കത്തില്ല. കാരണം കൊച്ചു പിള്ളേർ വരെ എന്താ പറയുക, എല്ലാ കാര്യങ്ങളും ഇപ്പോൾ അറിയാവുന്ന ഒരു ലോകമാണിത്. അപ്പോൾ നമ്മുടെ ജൂനിയർ പയ്യൻ തന്നെ ഈയിടയ്ക്ക് ചോദിക്കും, അവന് മോൺസ്റ്റർ ട്രക്ക് കാണണം. എന്താ പറയുക, മോനെ നമ്മുടെ നാട്ടിൽ മോൺസ്റ്റർ ട്രക്കൊന്നും ഇല്ലെന്നൊന്നും പറഞ്ഞ് ഇവർ വിശ്വസിക്കുന്നില്ല. MotoGP റേസ് കാണണമെന്നൊക്കെ പറഞ്ഞാൽ പറ്റുമോ? അപ്പം അറിയാലോ, എല്ലാവരും ലോകം മൊത്തം ഇപ്പോൾ കാണുവാണ്. അപ്പം ഇത്രയും നല്ലൊരു സൗകര്യവും നല്ല കിടിലം വൈബൊക്കെ ഉള്ളൊരു സ്ഥലം അതിൻ്റെ പൊട്ടൻഷ്യൽ അനുസരിച്ച് ഉപയോഗിക്കണം എന്നാണ് എൻ്റെ ഒരു എന്താ പറയുക, ഒരു അഭിപ്രായം എന്നല്ല, എൻ്റെ ഒരു ആഗ്രഹം. മനസ്സിലായി? കാരണം മറ്റു രാജ്യങ്ങളിൽ എല്ലായിടത്തും ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മുടെ രാജ്യത്തും ചെയ്യാം. ബട്ട് സ്റ്റിൽ ദേ ആർ ഡൂയിങ് ഗുഡ്. ഓക്കെയാണ്. ഒരു 10-ൽ 6 മാർക്ക് കൊടുക്കാം, 6 അല്ലെങ്കിൽ 5 മാർക്ക് കൊടുക്കാം. ഞാൻ ആരും അല്ല മാർക്ക് ഇടാൻ, എങ്കിലും പറഞ്ഞതന്നേ ഉള്ളൂ. അപ്പം കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ സിപ്പ് ലൈനിങ് കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഓഫീസിൽ നിന്ന് എല്ലാ പയ്യന്മാരും എല്ലാവരെയൊക്കെ ആയിട്ട് വന്നായിരുന്നു. അപ്പോൾ സിപ്പ് ലൈൻ എന്ന് പറഞ്ഞ സംഭവം ഇപ്പോൾ അത് തുടങ്ങിയിട്ടുണ്ട്. അപ്പം 350 റുപ്പീസാണെന്ന് തോന്നുന്നു ഒരാൾക്ക്. അതെ, 350 ആണ്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് അങ്ങോട്ട് സിപ്പ് ലൈൻ ചെയ്ത് പോയിട്ട് അവിടുന്ന് അവരുടെ ഒരു മഹേന്ദ്ര ഒരു ജീപ്പിൽ, നമ്മളെ താറിൽ ഇവിടെ തിരിച്ച് കൊണ്ടുവിടും. അപ്പം ഞാൻ മുൻകൈയിട്ട് അങ്ങ് ഇറങ്ങിയിരിക്കുകയാണ് സിപ്പ് ലൈൻ. അങ്ങനെ അതിമാരകമായ എന്താ പറയുക, പേടിപ്പിക്കുന്ന തരത്തിലുള്ള സിപ്പ് ലൈനിങ്ങും കാര്യങ്ങളൊന്നുമല്ല, സിമ്പിളാണ്. ഭയങ്കര വലിയ ഫാസ്റ്റ് അല്ല, ഒരു മീഡിയം സ്പീഡാണ്. സോ നമുക്ക് കുറച്ച് നേരം ഒന്ന് റിലാക്സ് ചെയ്യാം. പക്ഷേ ഞാൻ ഇടയ്ക്ക് വയനാട്ടിൽ വെച്ചൊരു സിപ്പ് ലൈൻ ചെയ്തായിരുന്നു. അവിടെ ഏതോ എന്തെന്നാ ഒരു ഭയങ്കര ഡാമിൻ്റെ അവിടെ വെച്ച്, അത് കുറച്ചും കൂടെ ബെറ്റർ ആയിരുന്നു. ഇത് കുറച്ച് ചെറുത് എങ്കിലും കുഴപ്പമില്ല, നൈസാണ്. എങ്കിലും ഞാൻ സേഫ്റ്റിയെക്കുറിച്ചൊക്കെ ചോദിച്ചു. എല്ലാം നല്ല ഇമ്പോർട്ടഡ് എക്യുപ്മെൻറ്റ്സും നല്ല സേഫ്റ്റി ചെക്കൊക്കെ ചെയ്ത സാധനമാണ് എന്ന് അറിഞ്ഞു. നമ്മൾ വലിയ സെറ്റപ്പൊന്നും അല്ല, എങ്കിലും ഒന്ന് ചോദിച്ചറിഞ്ഞിരിക്കണമല്ലോ, നമ്മുടെ ജീവൻ നമ്മുടെ സ്വന്തമല്ലേ. ഒന്നാമത് ഇപ്പോഴത്തെ കാലം അറിയില്ല, ഗ്ലാസ് ബ്രിഡ്ജൊക്കെ പൊട്ടുന്നു, ഇതൊക്കെയാണ് ഇപ്പോഴത്തെ വൈബ്. തറ വീണ എന്തായാലും തീരും. അപ്പോൾ ഇതാണ് അവിടുത്തെ വ്യൂവും കാര്യങ്ങളൊക്കെ. കുറേ കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്. ഇവിടെ ഒരു വലിയൊരു വാട്ടർ ബോഡി അവരുണ്ടാക്കുവാണ്, ആർട്ടിഫിഷ്യലാണ് എന്ന് പറയുന്നുണ്ട്. പിന്നെ ആർട്ടിഫിഷ്യൽ ആയിരിക്കുമല്ലോ, എന്തായാലും ആർട്ടിഫിഷ്യലാണ്. അപ്പോൾ അവിടെ ഒരു വാട്ടർ സ്പോർട്സും കാര്യങ്ങളൊക്കെ അവർ സെറ്റ് ചെയ്യും എന്നൊക്കെ പറയുന്നുണ്ട്. ദാറ്റ്സ് റിയലി നൈസ്. കാരണം അതൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു ദിവസം മൊത്തം ഇവിടെ നമുക്ക് സ്പെൻഡ് ചെയ്യും. ഇവിടെ വന്നിട്ട് അവസാനം പോസ്റ്റടിച്ച് ബോറടിച്ച് വെയിലും കൊണ്ട് മൊട്ടയായിട്ട് പോകണ്ടല്ലോ. ഇതാണ് സെറ്റപ്പ്. സ്റ്റാഫ്സ് എല്ലാം നല്ല ഫ്രണ്ട്ലിയാണ്. 350 രൂപയ്ക്ക് വർത്തിട്ടാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓബിയസ്ലി ഡെഫിനിറ്റ്ലി. കാരണം ഈ മരയുടെ മുകളിൽ ഇത് കൊണ്ടൊക്കെ സെറ്റ് ചെയ്തൊക്കെ അല്ലേ, വേണമെന്നുള്ളവർ ചെയ്താൽ മതി. ലൈഫിലൊരു എക്സ്പീരിയൻസ്.
നൈസ് കാര്യം എക്യുപ്മെൻറ്റ്സ് ഒക്കെ കൊള്ളാം. ആ പയ്യന്മാർക്കൊക്കെ ഇത്തിരി അത്യാവശ്യം കാര്യം വിവരമൊക്കെ ഉണ്ട്. ഞാൻ ചോദിച്ച കാര്യങ്ങൾക്കെല്ലാം അവർ വ്യക്തമായിട്ടും കാര്യമായിട്ടും മറുപടിയൊക്കെ പറയുന്നുണ്ട്. പിന്നെ എന്താ പറയുക, ഈ സ്ട്രക്ചർ ഒന്ന് പെയിൻ്റ് അടിച്ച് ഒന്ന് വൃത്തിയാക്കിയിട്ടിരുന്നെങ്കിൽ കൊള്ളാമെന്ന് എനിക്ക് തോന്നി. കാരണം ഇരുമ്പ് മാത്രമേ ഉള്ളൂ, പ്രൈമർ മാത്രമേ അടിച്ചിട്ടുള്ളെന്ന് തോന്നി. ചില സ്ഥലത്ത് പ്രൈമറും ഇല്ല. കാരണം ആ പ്ലാറ്റ്ഫോം കുറച്ചും കൂടെ പക്കയാക്കിയിരുന്നെങ്കിൽ കുറച്ചും കൂടെ അട്രാക്റ്റീവ് ആയിരിക്കും. കാരണം ആ ഒരു ഗ്രീൻ കളറിലൊക്കെ അടിച്ച് കഴിഞ്ഞാൽ ആ ഒരു പ്രകൃതിയുടെ കളറുമായിട്ടങ്ങ് മിക്സ് ആയിട്ടങ്ങ് പോകും. അപ്പോൾ അവിടെ നമ്മൾ തിരിച്ച് ഇറങ്ങിയിട്ട് തിരിച്ച് മുകളിലോട്ട് പോവാം. അപ്പോൾ ഇവിടെയാണ് ആ വാട്ടർ ബോഡി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എന്താ പറഞ്ഞാൽ ആ ഒരു തടാകം പോലെ ഒരു ആർട്ടിഫിഷ്യൽ തടാകം അവർ സെറ്റ് ചെയ്യാൻ പോകുന്നത്. പിന്നെ ഇവിടെ ഈ എന്താ പറയുക, ഈ പാഞ്ചാലി മേടം എന്ന് പറയുമ്പോഴത്തേക്ക് ബേസിക്കലി വേറെ അങ്ങനെ വലുതായിട്ട് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ചെയ്യല്. ഒരു മല, ആ മലയുടെ മുകളിൽ നല്ല കാറ്റായിരിക്കും, വെയിലാണെങ്കിൽ നല്ല നട്ടം വെയിലായിരിക്കും, പിന്നെ തണുപ്പാണെങ്കിൽ നല്ല തണുപ്പായിരിക്കും, മഴയത്തൊക്കെ നല്ല പൊളിയായിരിക്കും. ഇടിയും മിന്നലും ഒക്കെ ഉണ്ടാകുന്ന ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ പറ്റത്തില്ല. അതൊക്കെ നമ്മുടെ ലക്ക് കൊല്ലിക്കും. കിട്ടാനുള്ളതാണെങ്കിൽ എവിടെ നിന്നാലും കിട്ടും. അപ്പോൾ അണ്ണാ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് റിലാക്സ് ചെയ്ത് ഇങ്ങനെ അങ്ങ് കയറിപ്പോവാൻ ഒരു ചെറിയ എക്സ്പീരിയൻസ്. വലിയ ഓഫ് റോഡൊന്നും അല്ലെന്നുണ്ടെങ്കിലും ഒരു രസമാണ്. നൈസായിട്ട് അണ്ണനോട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ച് അങ്ങ് മുകളിലോട്ടങ്ങ് ആശാൻ നമ്മൾ ഡ്രോപ്പ് ചെയ്യും. ഓക്കെ, അപ്പം മുകളിൽ ഞാൻ കുറച്ച് കഴിയുമ്പോഴത്തേക്കും കാണാൻ പറ്റും. ലൈക്ക് ഒരു മുട്ടക്കുന്നാണ്, കുറച്ച് മുകളിലോട്ട് നടക്കാനുള്ളൊരു സ്ഥലമുണ്ട്. അവിടെയൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നൈസായിട്ട് കുറച്ച് നേരമൊക്കെ ഇരിക്കാം, കുറച്ച് നേരം മെഡിറ്റേറ്റ് ഒക്കെ ചെയ്യുന്നവർക്ക് ചെയ്യാം. കഴിയുന്നതും ഏർലി മോർണിംഗ് എപ്പോൾ തുറക്കുമെന്ന് എനിക്കറിഞ്ഞൂടാ. വൈകുന്നേരമൊക്കെ വരുന്നതായിരിക്കും ഉത്തമം. കാരണം വേറെ ആക്ടിവിറ്റീസ് ഒന്നും ഇവിടെ ചെയ്യാനില്ല. ഇപ്പോൾ തന്നെ കണ്ടില്ലേ ഈ വീഡിയോയിൽ തന്നെ നോക്കും, 4 മിനിറ്റ് കൊണ്ട് സിപ്പ് ലൈനും കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞപ്പോൾ വണ്ടിയിൽ തന്നെ പകുതി എത്തി. അപ്പോൾ അതുകൊണ്ട് പരിപാടി തീർന്നു. കാരണം ഇതെന്ന് പറഞ്ഞുകൊണ്ട് വരരുതാരും. കാരണം ഇവിടെ വേറെ കാര്യങ്ങളൊന്നും ആയിട്ടില്ല. പിന്നെ ഹോട്ടലും കാര്യങ്ങളും റെസ്റ്റോറൻ്റൊന്നും ഇവിടെ ഇല്ല. താഴെയുണ്ട്, താഴത്തെ ജംഗ്ഷനിലുണ്ട്. ഇവിടെ സ്നാക്സ് ഒക്കെ കിട്ടും, നാരങ്ങ വെള്ളം, പിന്നെ പഴംപൊരിയും ബീഫെന്നൊക്കെ എഴുതിയിട്ടൊക്കെ ഉണ്ട്. ഞാൻ ചോദിച്ചില്ല. പിന്നെ വേറെ എന്തോ അത്രയൊക്കെ തന്നെ. വേറെ ഭയങ്കരമായിട്ട് റെസ്റ്റോറൻറ്റ് വൈബൊന്നുമില്ല. ഇവിടെയൊക്കെ ടാറിടും എന്നാണ് പറഞ്ഞത്. ടാറൊന്നും ഇടണ്ട, ഇങ്ങനെ കിടന്നാൽ മതി. ആ ഒരു വൈബ് മെയിൻറ്റെയിൻ ചെയ്തങ്ങ് പോകായിരുന്നു. അപ്പോൾ ഇതുവഴിയാണ് സിപ്പ് ലൈനിൽ നമ്മൾ താഴോട്ട് വന്ന വഴി. പിന്നെ വേറെ എന്താണ്, പക്ഷേ ഞാൻ പറയട്ടെ, ഒരു പീസ്ഫുൾ വൈബാണ് കേട്ടോ. ഭയങ്കര വലിയ തിരക്കൊന്നുമില്ല. കുറേ ഫാമിലീസൊക്കെ വരുന്നുണ്ട്, പിന്നെ കുറേ ഫ്രണ്ട്സ് ടീംസൊക്കെ വരും, അത്രയൊക്കെ തന്നെ. വേറെ അലുമ്പും ബഹളമൊന്നുമില്ല. മഴയൊക്കെ ഒരു കുടയൊക്കെ കൈ വെച്ചോണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുകളിൽ മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ ഒതുങ്ങി നിൽക്കാനുള്ള സ്ഥലങ്ങളൊക്കെ കുറവാണ്. ഉണ്ട്, അവിടെ ഇവിടെയും കുറച്ച് മണ്ഡപം പോലെയൊക്കെ കെട്ടിയിട്ടുണ്ട്. അതല്ലാതെ വേറെ ഒന്നുമില്ല. കുറച്ച് വൈകുന്നേരമൊക്കെ വന്ന് കുറച്ച് നേരം വന്ന് ഇരിക്കാനൊക്കെ പൊളിയാണ് കേട്ടോ. ആ വെയിലൊക്കെ വന്ന് ആറിയിട്ടില്ല, തണുത്ത കാറ്റൊക്കെ അടിച്ച് ചില്ല് ചെയ്തിങ്ങനെ ഒരു മാക്സ് വൈബായിട്ടിരിക്കാൻ പറ്റിയൊരു സെറ്റപ്പാണ്. അപ്പോൾ അങ്ങനെ നമ്മളെ സിപ്പ് ലൈനിങ് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അടുത്ത് നേരെ നമുക്ക് മുകളിലോട്ട് നടക്കാം. അതിൻ്റെ ആ മുകളിലൊരു അമ്പലമൊക്കെ ഉണ്ട് കേട്ടോ. പാഞ്ചാലി എന്തോ സംതിങ് എന്തോ അമ്പലമൊക്കെ നമുക്കറിയത്തില്ല, ഞാനങ്ങോട്ട് പോയില്ല. അപ്പോൾ നമ്മൾ മുകളിലോട്ട് നടക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ കുറച്ച് കുരിശിൻ്റെ പ്രതിമയൊക്കെ കാണാം. അതിൻ്റെ അടുത്ത് കുറച്ച് നൈസായിട്ട് കുറച്ച് കസേരകളൊക്കെ വെച്ചിട്ടുണ്ട്. 1-2 എണ്ണമൊക്കെ ഇടിഞ്ഞു പൊടിഞ്ഞ് വീണിട്ടുണ്ട്. ആരെങ്കിലുമൊക്കെ ശരിയാക്കി വെക്കുമായിരിക്കും. ബട്ട് അതിൻ്റെ മുകളിലൊക്കെ ഇരിക്കണം, അതൊരു വൈബാണ്. ഞാൻ ഇപ്പോഴും പറയാൻ വെയിലുള്ള സമയത്ത് പോലും അയ്യോ ഇതാണ് ഷഹീദായ ആ പാവം പിടിച്ച ആ ഒരു കസേര. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടുത്തെ വൈബൊക്കെ ഇങ്ങനെയാണ് കേട്ടില്ലേ. ഇങ്ങനെ റിലാക്സ് ചെയ്ത് ഇങ്ങനെ നടക്കാം, മറിഞ്ഞടിച്ചൊന്ന് വീഴരുത്. വീണ് കഴിഞ്ഞാൽ പണി പാളും. ഇങ്ങനെ നൈസായി ഇങ്ങനെ നടക്കണ്ട. അത് ഈ വെയിലത്ത് വന്നുള്ള പ്രശ്നം എന്താണ് കണ്ട, കുടയൊക്കെ പിടിച്ച് അവിടെ ഇങ്ങനെ ഇരിക്കണം. കുറേ കഴിയുമ്പോഴത്തേക്ക് കല്ലും പഴുക്കും. ഇവിടെ ഈ സ്ലോമോ വീഡിയോ ഒക്കെ എടുത്ത് മനസ്സിലായി, ഒരു ബാക്ക്ഗ്രൗണ്ട് ഭയങ്കര മേഘവും ഇത്തിരി ഡാർക്ക് വൈബൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. ലൈക്ക് ഈ റീൽസും ടീംസിനൊക്കെ പറ്റിയൊരു സ്ഥലമാണ്. ഫോട്ടോഗ്രാഫിക്കൊക്കെ പൊള്ളിയാണ്. പിന്നെ മഴ, കൊടുങ്കാറ്റ് അല്ലേ, നല്ല ഹെവി മഴ ഇടിമിന്നലൊക്കെ ഉണ്ടെങ്കിൽ ഐ ഡോണ്ട് റെക്കമെൻഡ് പീപ്പിൾ ടു കം ഹിയർ. കാരണം പടി കിട്ടും. കാരണം നമ്മുടെ എന്തായാലും കയ്യിൽ മൊബൈലും കാര്യങ്ങളൊക്കെ കാണും, ഇടി കറക്റ്റാണ് വരും. കാരണം നമ്മുടെ ഇലവീഴ പൂഞ്ചിറയില്ലേ, ആ സിനിമയുടെ ഏകദേശം ഒരേ വൈബൊക്കെയാണ് എനിക്കിവിടെ അടിച്ചത്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ വ്യൂ. ഞാൻ പിന്നെ അധികം ഈ വെയിലായതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ നിന്നില്ല. കാരണം ഇവിടെയൊക്കെ വന്നിട്ട് ഞാൻ ചവിട്ടി. കാരണം ഞാൻ ഇതിന് മുമ്പ് പയ്യന്മാരായിട്ടൊക്കെ വന്നപ്പോഴത്തേക്ക് അങ്ങ് കണ്ട നേരെ കാണാൻ കുന്നില്ല, അതിൻ്റെ മുകളിലൊക്കെ ഞാൻ പോയതാണ്. പ്രത്യേകിച്ച് ഒന്നുമില്ല, കുറച്ചും കൂടെ ഹൈറ്റ് ഉണ്ട്, വേറെ വൈബൊന്നും ഇല്ല. കുറച്ചും കൂടെ വ്യൂ ആ സൈഡ് വ്യൂ കിട്ടും.
ഇത് ഇങ്ങനത്തെ ഒരു വ്യൂ ആണ്. ഒരു വൈകുന്നേരം എത്ര മണിക്ക് ഇത് ക്ലോസ് ചെയ്യണമെന്ന് അറിയത്തില്ല. ഇവിടെ ടെൻറ്റിങ് ഒക്കെ അടിക്കാൻ സമ്മതിച്ചിരുന്നെങ്കിൽ കൊള്ളായിരുന്നു, വേറെ ലെവലായിരുന്നേനെ. കാരണം നൈസായിരുന്നേനെ. കാരണം രാത്രിയിലൊക്കെ വന്നിട്ട് അടിപൊളിയായിട്ട് അവിടെ മറ്റേ ക്യാമ്പ് ഫയർ ആക്കിയിട്ട് പൊളിക്കുകയായിരുന്നു. രാത്രിയിൽ മറ്റേ അവിടെ ഇവിടെയുള്ള ചെറിയ ചെറിയ ലൈറ്റ്സൊക്കെ കാണും, ചെറിയ മൂടലും മഞ്ഞ് ഫോ ഒക്കെ വരും. പിന്നെ എല്ലായിടത്തും ഇവർ കുറേ വേസ്റ്റ് പാത്രങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്, വേസ്റ്റ് ബോക്സുകൾ വെച്ചിട്ടുണ്ട്. അത് നമ്മുടെ ജൂനിയറാണ്, അവനെയൊക്കെ ഇപ്പോഴേ പഠിപ്പിക്കണം. കാരണം വലുതാകുമ്പോൾ ഏതാവും എങ്ങനെയാവുമെന്ന് അറിയത്തില്ലല്ലോ. ഇതുകൊണ്ടോ ലോഡ് ഓൾട്ടോ, അവിടെ ഇപ്പോൾ മോളിൽ നിന്ന് ഇറങ്ങി വരുന്നു. ഓൾട്ടോ ലോകത്ത് എവിടെ പോയാലും, ഹിമാലയത്തിൽ പോയാലും കാണാൻ പറ്റുന്നൊരു വണ്ടിയാണ്. പോട്ടെ, ഇതാണ് നല്ല തിരക്കും കാര്യങ്ങളൊക്കെയാണ്. കുറച്ചും കൂടെയൊക്കെ ഒന്ന് വൃത്തിയൊക്കെ ആക്കിയാൽ നൈസാണ്. ഞാൻ പറഞ്ഞു ഇവിടെ ഫുള്ള് റേവ് പാർട്ടിയൊക്കെ നടത്താൻ, രാത്രിയിലൊക്കെ ഫുള്ള് DJയും കാര്യങ്ങളൊക്കെ വലിച്ചഴക്കണം. ചുമ്മാ ഫാമിലി ക്രൗഡ് മാത്രം പോരല്ലോ, ഇതാണ് എൻ്റെ ഒരു ആഗ്രഹം. കാരണം വേറെ ലെവല് പാർട്ടി നടത്താം. ഗവൺമെൻറ് ക്യാൻ ഇംപ്രവൈസ് ചെയ്യണം. കുറച്ചും കൂടെ ഈ വസന്തം ചിന്താഗതി മാറ്റിയിട്ട് കുറച്ചും കൂടെ ഒന്ന്, മനസ്സിലായല്ലേ, കുറച്ചും കൂടെ ഒന്ന് ടുമാറോലാൻഡ് വരത്തെ പരിപാടിയൊക്കെ ഇവിടെ സെറ്റ് ചെയ്യാൻ പറഞ്ഞാൽ അമ്പേ വേറെ ലെവലായിരിക്കും. എല്ലാം ശരിയാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇവിടെ നേരെ പോയി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ മറ്റേ സ്നാക്ക് ഷോപ്പും കാര്യങ്ങളും. പിന്നെ നമ്മൾ ഇപ്പം ചെക്ക് ചെയ്യുന്ന വേറൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇവിടുത്തെ വാഷ്റൂം ഫെസിലിറ്റിയാണ്. ഓക്കെ, സോ ദിസ് ഈസ് ദി വാഷ്റൂം ഫെസിലിറ്റി. കേരളത്തിൻ്റെ ടൂറിസ്റ്റ് വലത്ത് കാണാത്ത ഒരു കാഴ്ചയാണിത്. കാരണം ഇത്രയും വൃത്തിയുള്ളൊരു വാഷ്റൂം കാര്യങ്ങൾ ഞാൻ ഇങ്ങനത്തെ ഒരു ടൂറിസ്റ്റ് സ്ഥലത്ത് ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഓക്കെ, ഇറ്റ് വാസ് വെരി ക്ലീൻ, ഐ അപ്രിഷിയേറ്റ് ഇറ്റ്. കാരണം ഫോറിനേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നതാണ്, നമ്മളെക്കാട്ടി ഭയങ്കര വേറെ ലെവലിലൊക്കെ അവർ വന്നിട്ട് ഇതിൻ്റെ റിവ്യൂവും കാര്യങ്ങളും ഇടുന്നതാണ്. ഓക്കെ, നമുക്കൊക്കെ കൂടി ഇപ്പോൾ ഒരു 10-40 വ്യൂ കിട്ടുള്ളൂ. അവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഇൻ്റർനാഷണൽ വ്യൂ ആണ്, നാണക്കേട് ഉണ്ടാക്കാൻ പാടില്ലല്ലോ. അപ്പോൾ ഈ എഴുതിയേക്കുന്ന കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. ഇത് നിങ്ങൾ മാത്രമല്ല, ഗവൺമെൻറ് ഒഫീഷ്യൽസും എല്ലാവരും ഇത് വായിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. എഴുതി വെച്ചാൽ മാത്രം പോരാ, പ്രാബല്യത്തിൽ കൊണ്ടുവരണം. അപ്പം നമുക്ക് അടിച്ച് പൊളിക്കാം. അപ്പോൾ യു ഗൈസ് റൈഡ് സേഫ് ആൻഡ് എൻജോയ്. ഓക്കെ, ടേക്ക് കെയർ, ബൈ.